ഇന്ത്യക്ക് വേണ്ടി ലോകകപ്പ് കളിക്കുക എന്നതാണ് തന്റെ സ്വപ്നമെന്ന മലയാളി താരം ആശാ ശോഭന. ഇന്ത്യയുടെ നീലക്കുപ്പായത്തിൽ കളിക്കാനായതിൽ സന്തോഷമുണ്ട്. കൂടുതൽ വനിതാ ക്രിക്കറ്റ് താരങ്ങൾ കേരളത്തിൽ നിന്ന് ഉയർന്നു വരുമെന്നും ആശാ ശോഭന ജനം ടിവിയോട് പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്നും എം നിഖിൽകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വനിതാ പ്രീമിയർ ലീഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യൻ ടീമിലേക്ക് എത്തിയ ആശാ ശോഭനയാണ് നമ്മുടെ കൂടെയുള്ളത്. വളരെ ഹാപ്പി ആയിരുന്നു. ഇങ്ങനെ ഇന്ത്യൻ ടീം ഇന്ത്യൻ നീലക്കുപ്പായ അണിയെന്ന് പറയുന്നത് നമ്മളെ ക്രിക്കറ്റ് ആര് കളിക്കാൻ തുടങ്ങുമ്പോഴും നമ്മുടെ ഒരു സ്വപ്നമാണ്. അപ്പോൾ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റിയതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. താരങ്ങളുടെ സീനിയർ താരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ അറിയപ്പെടുന്ന താരങ്ങൾ ഹർമൻപ്രീത് ആയാലും അതുപോലെ സ്മൃതി ആയാലും ഇവരുടെ കൂടെയുള്ള ആ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാനിപ്പോൾ കുറച്ച് ലേറ്റായിട്ട് ഇന്ത്യൻ ടീമിൽ എത്തിയെങ്കിലും എനിക്ക് അവരെയൊക്കെ ഒരു 15-16 വർഷമായിട്ട് അവരോട് കളിച്ച്, ഞാനും ഹാരി പാജിയൊക്കെ റെയിൽവേസിൽ ഒരുമിച്ച് കളിച്ചാണ്. പിന്നെ സ്മൃതിനെ വളരെ വർഷങ്ങളായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ടീമുമായിട്ട് ഇങ്ങനെ ജെല്ലാവാൻ അത്ര ടൈമൊന്നും എടുത്തില്ല. കാരണം നമ്മളെല്ലാവരും നേരത്തെ തന്നെ ഡൊമസ്റ്റിക് ലെവലിൽ ഒരുമിച്ച് കളിക്കുന്നവരായതുകൊണ്ട് തന്നെ നല്ല ഒരു ടീം അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു എല്ലാവരും നല്ല ഒരു ഒത്തൊരുമയൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഒരു 30 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്നത്. അതൊരു വലിയൊരു സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയല്ലേ? പിന്നെ പല ആൾക്കാരും ഒരു 28-30 വയസ്സ് വരുമ്പോൾ, എസ്പെഷ്യലി വിമൻ ക്രിക്കറ്റിൽ കളി നിർത്തേണ്ട ഒരു ഇനി ഹോപ്പൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു സമയത്താണ് എനിക്ക് തോന്നുന്നത് അതെൻ്റെ ഒരു ഒരു മെൻ്റൽ ടഫ്നെസ് തന്നെയാണ്. ഞാൻ ക്രിക്കറ്റ് കളിക്കുമ്പോഴും ഞാൻ കൂടുതലും എൻ്റെ മൈൻഡ് ഉപയോഗിച്ചാണ് കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ടഫായിരുന്നു. ഒരിക്കലും അങ്ങനെ വിട്ടുകളയാൻ പാടില്ല എന്ന് എനിക്കൊരു വാശിയുണ്ടായിരുന്നു. എനിക്കത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു വാശിയുണ്ടായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ നിന്നാണെങ്കിൽ മിന്നുമണി, ആശ, അതുപോലെ സജന, അതുപോലെ ഒരു പിടി വനിതാ താരങ്ങൾ ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഇനിയും താരങ്ങൾ വളർന്നു വരാനുള്ള സാധ്യതയുണ്ടോ? ഒരുപാട് താരങ്ങൾ വരാൻ വളരെ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വിമൻ ക്രിക്കറ്റിൽ അത്രമാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫലമാണ് ഞാൻ തന്നെ ഇവിടെ നിൽക്കുന്നത്. കാരണം എൻ്റെ അണ്ടർ 16 മുതൽ ഞാൻ ഇവിടെയാണ് കളിക്കുന്നത്. എൻ്റെ 16 വയസ്സ് മുതൽ ഞാൻ KCAക്ക് വേണ്ടിയാണ് കളിച്ചത്. അവിടെ നിന്നാണ് ഞാൻ അണ്ടർ 19 ഇന്ത്യ ക്യാമ്പ് എത്തിയത്. പിന്നെ 2011-12 ഇന്ത്യ എ കളിച്ചത്, 2018 ഇന്ത്യ എ കളിച്ചത്. അതെല്ലാം കേരളത്തിൽ നിന്ന് കളിച്ച് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിമൻ ക്രിക്കറ്റിൽ KCA അത്രയ്ക്ക് എഫേർട്ട് ഇടുന്നുണ്ട്. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ നജില CMC ഇപ്പോൾ അണ്ടർ 9 ഇന്ത്യ കളിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ അണ്ടർ 23 ഇന്ത്യ ക്യാമ്പിലാണ്. അതുപോലെ തന്നെ പല ഡിസ്ട്രിക്റ്റുകളിൽ നിന്നും പല പ്ലെയേഴ്സും നാഷണൽ ലെവലിൽ വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇനി അടുത്ത WPL ഇന്ത്യയിലൊക്കെ അവർക്കൊക്കെ വരാൻ പറ്റും. ഇപ്പോൾ ഞാൻ നജിലയുടെ പേര് പറഞ്ഞത് ഒരാൾ ഓൾറെഡി ഇന്ത്യ ക്യാമ്പിലുള്ളതുണ്ട്. അതുപോലെ തന്നെ പല സ്ഥലത്തും പല പ്ലെയേഴ്സ് ഉണ്ട്. ഇനി അവരെന്തായാലും വരും ഉറപ്പായിട്ടും. എനിക്ക് തോന്നുന്നു അടുത്തൊരു 5 വർഷത്തിൽ ഒരു 3-4 പ്ലെയേഴ്സിനെയും കൂടെ നമുക്ക് അവർ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ കാണാൻ പറ്റും. അപ്പോൾ ഇന്ത്യൻ ടീമിൽ എത്തുക എന്നുള്ള വലിയൊരു സ്വപ്നമായിരുന്നത് യാഥാർത്ഥ്യമായി. ഇനി എന്താണ് മുമ്പോട്ടുള്ള പദ്ധതികൾ, പ്ലാനുകൾ? വേൾഡ് കപ്പ് ടീമിൽ ഉണ്ടായിരിക്കണം. വേൾഡ് കപ്പിൽ ഇന്ത്യ ജയിക്കണം. അതിലൊരു ഭാഗമായിരിക്കണം. അത് വല്ലാത്തൊരു സ്വപ്നമായിരിക്കും. അത് നടക്കാനാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ എന്തായാലും വനിതാ പ്രീമിയർ ലീഗിൽ, വുമൻസ് പ്രീമിയർ ലീഗിൽ നിന്നും ഇന്ത്യൻ ടീമിലെത്തി. ഇന്ത്യൻ ടീമിൽ കളിച്ചാൽ മാത്രം പോരാ, ഇന്ത്യയുടെ ലോകകപ്പ് ടീമിൽ കളിക്കണം. ഇന്ത്യ കപ്പ് ഉയർത്തുന്ന ആ ടീമിൽ ഉണ്ടാവണം എന്ന സ്വപ്നവുമായാണ് ആശ മുന്നോട്ട് പോകുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ രഞ്ജിത്ത് മോഹനൊപ്പം എം നിഖിൽകുമാർ, ജനം.